വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വിഹിതമായി ലഭിക്കും. എന്നിട്ടും VGF തിരികെ ചോദിക്കുന്നത് അന്യായമാണെന്നാണ് കേരളത്തിന്റെ നിലപാട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന 817.80 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഇത് തിരിച്ചു നൽകണമെന്ന നിബന്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിന് മറുപടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചതാണിത്. ഇതോടെ സംസ്ഥാന സർക്കാർ വിഴിഞ്ഞത്തിനായി കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ അനുവദിച്ചത് തിരിച്ചു നൽകേണ്ട എന്ന വ്യവസ്ഥയിലാണ്. ഇതേ പരിഗണന വിഴിഞ്ഞത്തിനും വേണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. എന്നാൽ തൂത്തുക്കുടിയെയും വിഴിഞ്ഞത്തെയും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. തൂത്തുക്കുടി തുറമുഖം VOC പോർട്ട് അതോറിറ്റിയുടേതാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനവുമാണ്. 817.80 കോടി രൂപ VGF ആയി വിഴിഞ്ഞത്തിന് നൽകാനാണ് കേന്ദ്രത്തിലെ ഉന്നത അധികാര സമിതി ശുപാർശ ചെയ്തത്. ഇത് നെറ്റ് പ്രസന്റ് വാല്യൂ അടിസ്ഥാനമാക്കി ലാഭവിഹിതമായി തിരിച്ചു നൽകണമെന്ന നിബന്ധനയാണ് കേന്ദ്രത്തിൻ്റേത്. ഇപ്പോൾ നൽകുന്ന 817.80 കോടി രൂപ 10,000 മുതൽ 12,000 കോടി വരെയായി ഉയർന്നേക്കാമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഇത് കേന്ദ്രം ചെറിയ പണം മുടക്കി വലിയ ലാഭം കൊയ്യുന്നതിന് സമാനമാണ്. ഇതുവരെ ഒരു പദ്ധതിയിലും കേന്ദ്രം VGF തിരികെ ചോദിച്ചിട്ടില്ല എന്നാണ് കേരളത്തിന്റെ നിലപാട്. 50 കോടി ഇതിനകം കേന്ദ്രത്തിന് കിട്ടി. ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ വിഴിഞ്ഞത്ത് 70 കപ്പൽ വന്നുപോയി. ഇതിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ GST ആയി കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്നാണ് കേരളത്തിന്റെ കണക്ക്. വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വിഹിതമായി ലഭിക്കും. എന്നിട്ടും VGF തിരികെ ചോദിക്കുന്നത് അന്യായമാണ് എന്നാണ് കേരളത്തിന്റെ നിലപാട്. കേന്ദ്രം അനുവദിക്കുന്നതിന് തുല്യമായ തുക കേരളവും VGF ആയി മുടക്കുന്നുണ്ട്. അതിനു പുറമെ 4,777.14 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത്.